നമസ്കാരം. ബിഗിനർ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സെല്ലിലെ ഡാറ്റ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, അതെങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഫുൾ റോയോ ഒരു ഫുൾ കോളത്തിലെയോ ഡാറ്റ എഡിറ്റ് ചെയ്യുന്നതും വർക്ക്ഷീറ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ച ഫിനാൻസ് ട്രാക്കിംഗ് ഡാറ്റ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ച വർക്ക്ഷീറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റോയുടെയും കോളത്തിൻ്റെ ഹൈറ്റും വിഡ്ത്തും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ്. ഈ എക്സ്പെൻസ് കാറ്റഗറിയിൽ നോക്കുമ്പോൾ ആദ്യത്തെ ലൈൻ ഐറ്റം ഹൗസിംഗ് ലോണാണ്. അപ്പോൾ നമ്മളിവിടെ ഹൗസിംഗ് എന്നുള്ള വാക്ക് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഹൗസിംഗ് എന്നുകൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം ഈ സെല്ലിൽ ഈ ഡാറ്റ ഫിറ്റ് ആവുന്നില്ല. അതായത് ഈ സെല്ലിൻ്റെ വിഡ്ത്തിനേക്കാൾ വലുതാണ് ഡാറ്റ. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമുക്ക് ഈ ഡാറ്റയെ ഈ സെല്ലിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റിബണിൽ കാണാം റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഈ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടൂള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം സെല്ല് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ റിബണിൽ വന്നിട്ട് ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ റോയുടെ ഹൈറ്റ് ഇൻക്രീസ് ആയിട്ട് ആ ടെക്സ്റ്റിനെ ആ സെല്ലിൻ്റെ അകത്ത് ഫിറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ റാപ്പ് ടെക്സ്റ്റ് ചെയ്ത റോയ്ക്ക് മാത്രം ബാക്കിയുള്ള റോയുകളെക്കാളും ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ ടൂള് നമുക്ക് ഈ സെയിം ഡാറ്റയിൽ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകാൻ എക്സിലൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ക്വിക്ക് ആക്സസ് ബാറിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഈ ആരോ ആണ് അൺഡു ഓപ്ഷൻ. ഈ അൺഡു എന്ന് പറയുന്ന ടൂള് നമ്മളിപ്പോൾ റീസെൻ്റ്ലി പെർഫോം ചെയ്ത ഒരു ഓപ്പറേഷൻ ബാക്കിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ അൺഡു ഞെക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലായി ഡാറ്റ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് ഈ അൺഡു എന്ന് പറയുന്ന ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഇസഡ് ഞെക്കിയാലും മതി. അപ്പോൾ നമ്മളിപ്പോൾ അൺഡു ചെയ്തു, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് റീഡു. അപ്പോൾ നമ്മൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ അൺഡുവിൻ്റെ അടുത്ത് റൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആരമാണ് റീഡു എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ റീഡു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ അൺഡു ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരാൻ റീഡു എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ റീഡുവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഇത് റാപ്പ് ടെക്സ്റ്റ് ചെയ്ത് പഴയ ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ റീഡു ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ടാണ് കൺട്രോൾ വൈ. അപ്പോൾ ഈ അൺഡു റീഡു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ വീണ്ടും കൺട്രോൾ ശ്രദ്ധിച്ച് ഹൗസിംഗ് ലോണിനെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ ടൂൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോളത്തിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്താണ് നമ്മൾ ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളത്തിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോളം നെയിം എയുടെ അടുത്ത് ആ എഡ്ജിലേക്ക് മൗസ് കൊണ്ടുപോകുമ്പോൾ അതൊരു പ്ലസ് സൈനായി മാറുന്നത് കാണാം. ഈ പ്ലസ് സൈൻ കാണിച്ച് കഴിയുമ്പം മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഈ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കോളം സെലക്ട് ചെയ്യുക പോലും വേണ്ട. ജസ്റ്റ് നമ്മൾ ആ നെയിമിൻ്റെ എഡ്ജിൽ പോയിട്ട് ആ പ്ലസ് സൈൻ വരുമ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കോളത്തിൻ്റെ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കോളം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം എമൗണ്ടിൽ തന്നെ എല്ലാ കോളത്തിനും വിഡ്ത്ത് ഇൻക്രീസ് ആവും. ഇനി റോയുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത പോലെ റോ നെയിമിൻ്റെ എഡ്ജിൽ ചെന്നിട്ട് പ്ലസ് സൈൻ ആകുമ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റോയുടെ ഹൈറ്റും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റോസിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ റോസ് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റോയുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും അപ്ലൈ ആവും. ഈ സെയിം ഓപ്ഷൻസ് തന്നെ നമുക്ക് റിബണിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ടൂൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം റോ ഹൈറ്റും കോളം വിഡ്ത്തും ഇൻക്രീസ് ചെയ്യാൻ റിബണിലുള്ള ഓപ്ഷൻസ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം കമാൻഡ് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഓട്ടോ ഫിറ്റ് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ കോളത്തിൻ്റെ വിഡ്ത്ത് കുറച്ച് ഇത് ഡാറ്റയെ കുറച്ച് കൺജസ്റ്റഡ് ആക്കാം. ഇപ്പോൾ നമുക്ക് ഈ രണ്ട് കോളത്തിൻ്റെയും കോളം വിഡ്ത്ത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു മൗസ് ഈ എഡ്ജിൽ വരുമ്പോൾ പ്ലസ് സൈന് മാറുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാറാണ്. അതിന് പകരം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോ ഫിറ്റായി മാറും. ഓട്ടോ ഫിറ്റിൻ്റെ അകത്ത് ഏറ്റവും ലാർജസ്റ്റ് സെല്ലിലുള്ള ഡാറ്റ നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്താണ് ഹോൾ കോളത്തിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ റോസ് സെലക്ട് ചെയ്തിട്ട് ഈ എഡ്ജിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ റോ ഹൈറ്റും ചെയ്യാൻ പറ്റും. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്യാറ് ഈ ഹോൾ വർക്ക്ഷീറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഈ കോളം നെയിമിൻ്റെ അടുത്ത് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ റോ നെയിമിൻ്റെ എഡ്ജ് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഹോൾ വർക്ക്ഷീറ്റിലെ ഡാറ്റ നമുക്ക് ഫാസ്റ്റായിട്ട് ഓട്ടോ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റോയും കോളവും എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഫിനാൻസ് ട്രാക്കിംഗ് ഡാറ്റയിൽ ഒരു ഫീൽഡും കൂടെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ എൻ്റർ ചെയ്ത് ഡിസംബർ മന്തിലെയാണ്.
അപ്പോൾ നമുക്കിവിടെ ഡിസംബറിൽ നിന്ന് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് മന്തിലേക്ക് നമുക്കിനി ജാനുവരിയിൽ നിന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നവംബറിൽ ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ കോളത്തിൽ സ്പേസ് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നമുക്കിവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോളം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോളം നെയിമിൻ്റെ അടുത്ത് മൗസ് കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണാം ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു കോളം ഇൻസേർട്ട് ആവും. കോളം ഇൻസേർട്ട് ആകുമ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ കാണാം ഇത് ലെഫ്റ്റ് സൈഡിലെ ഫോർമാറ്റ് കോപ്പി ചെയ്ത ഓപ്ഷൻ ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ ഫോർമാറ്റ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതല്ലെങ്കിൽ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഫോർമാറ്റിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ ഫോർമാറ്റ് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ റോ നെയിമിൻ്റെ അടുത്ത് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റോയും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഓപ്ഷൻ റിബണിൽ എവിടെയാണെന്ന് നോക്കാം. ഈ ടൂള് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇൻസേർട്ട് സെൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് റോ ഉണ്ട്, ഇൻസേർട്ട് കോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് റോയും കോളവും ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് ഇൻസേർട്ട് സെൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഡിസംബർ എന്ന് പറഞ്ഞ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് സെല്ല് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഒരു പോപ്പപ്പ് വിൻഡോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റിൽ ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യുമ്പോൾ താഴെയുള്ള ഡാറ്റയെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ പോപ്പപ്പ് വിൻഡോയിലോട്ട് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എല്ലാം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ സെല്ല് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം ഒരു എൻ്റയർ റോയും അല്ലെങ്കിൽ ഒരു എൻ്റയർ കോളമും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റ് സെൽസ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം ഫുള്ള് ഡാറ്റയെ ഒരു സെല്ല് ഡൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻസേർട്ട് സെല്ല് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഡാറ്റയുടെ അലൈൻമെൻറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻസേർട്ട് സെല്ല് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു കോളവും റോയും ഒരു സെല്ലൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമുക്കതെങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ ഒരു സെല്ലിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ കീബോർഡ് ഡിലീറ്റ് പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കൊരു കോളത്തിനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കോളത്തിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ കോളം സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളം ഡിലീറ്റ് ആവും. ഇതല്ലെങ്കിൽ നമുക്കിവിടെ റിബണിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ടൂൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് സെൽസ് എന്നും ഡിലീറ്റ് കോളംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് റോ എന്നുള്ള ഡിസേബിൾഡ് ആയിട്ട് കിടക്കുന്നത് നമ്മളൊരു കോളം സെലക്ട് ചെയ്തുകൊണ്ടാണ്. ഈ രണ്ട് ഓപ്ഷനിലാൽ കീബോർഡ് ഷോർട്ട്കട്ടിലൂടെ ഒരു കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കോളം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ മൈനസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളം ഡിലീറ്റ് ആവും. ഇതുപോലെ തന്നെ നമുക്കൊരു റോയും ഡിലീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോളം ഡിലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് റിബണിൽ നിന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ റോ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ മൈനസ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ റോ ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റോയിനെ ഒരു കോളത്തിനെ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ 2023 ഡിസംബറിലാണ് നിൽക്കുന്നത്. അത് 2024 ആയി കഴിയുമ്പം നമുക്ക് 2023 ഡാറ്റ ഫുള്ള് നമ്മുടെ ഷീറ്റിൽ അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഷീറ്റ് ഓപ്പൺ ആക്കുമ്പം 2024 മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആവശ്യമാണെങ്കിൽ ആ ഹൈഡ് ചെയ്ത ഡാറ്റയെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ആർക്കൈവ് ചെയ്യുന്ന പോലെ ഒരു ഓപ്ഷനാണ് ഈ ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഡിസംബറിലെ ഡാറ്റ എങ്ങനെ ഹൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു കോളം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കോളം സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഹൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം ആ കോളം ഹൈഡ് ആവും. അപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റിൽ ഒരു കോളമോ റോ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ കോളം നെയിം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്ന കോളം മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബി എന്ന് പറയുന്ന കോളം ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാന്ന്. നമ്മളിപ്പോൾ ഒരു കോളം ഡിലീറ്റ് ചെയ്താലും കോളം നെയിം എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഹൈഡ് ചെയ്ത കോളത്തിനെ നമുക്ക് അൺഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന കോളം അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയും സിയും സെലക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് റോ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് റോ വേണമെങ്കിലും ഹൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം 10 എന്ന് പറയുന്ന റോ മിസ്സിംഗ് ആണ്. അത് അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 9ഉം 11ഉം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഹൈഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വിസിബിൾ ആവും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കോളംസോ റോസോ ഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ കോളംസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഹൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹൈഡ് ചെയ്ത കോളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു കോളം സെലക്ട് ചെയ്ത് അൺഹൈഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഡാറ്റയെ വിസിബിൾ ആക്കാൻ പറ്റും. ഇനി നമുക്ക് വർക്ക്ഷീറ്റിനെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ബുക്കിൻ്റെ പേര് ഫിനാൻസ് ട്രാക്കർ എന്നാണ്. ഈ ബുക്കിൻ്റെ അകത്ത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 അങ്ങനെ 3 ഷീറ്റുകളുണ്ട്. അപ്പോൾ ഡാറ്റ ബെറ്റർ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷീറ്റ് 1ന് പകരം 2023 എന്നും ഷീറ്റ് 2ന് പകരം 2024 എന്നും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയർ വൈസിൽ ഓരോ ഡാറ്റയും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഷീറ്റിനെ റീനെയിം ചെയ്യണമെങ്കിൽ ഷീറ്റ് നെയിമിൻ്റെ അടുത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റീനെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
ഇതല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് നെയിമിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുവന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഷീറ്റ് നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഷീറ്റ് നെയിം എൻ്റർ ചെയ്തിട്ട് നമ്മൾ എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ സേവ് ആവും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്ക്ഷീറ്റ് എഡിറ്റിംഗ് ഓപ്ഷനാണ് ഒരു ഷീറ്റിനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് 3 എന്നുള്ള ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഷീറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷീറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആകെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെർമനൻറ്റ് ഡിലീറ്റിംഗ് ഓപ്ഷനാണ്. അതായത് അൺഡു എന്ന് പറഞ്ഞ ഓപ്ഷൻ വർക്ക് ആകത്തില്ല, അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ ഡിലീറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് ഡിലീറ്റ് ആവും. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് എഡിറ്റിംഗ് ഓപ്ഷനാണ് പുതിയൊരു ഷീറ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ ഷീറ്റ് നെയിമിൻ്റെ അടുത്തുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഷീറ്റ് എൻ്റർ ആവും. അപ്പോൾ ഈ ഷീറ്റിനെ റീനെയിം ചെയ്ത് നമുക്ക് 2022 എന്നാക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഓർഡർ കറക്റ്റ് അല്ല. ഈ ഓർഡർ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കുഞ്ഞ് ആരോ കീ കാണാം. നമ്മൾ അവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷീറ്റിൻ്റെ ഓർഡർ മാറ്റാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്കൊരു ഷീറ്റ് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഞെക്കി ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് കോപ്പി ആവും. ഇതുപോലെ എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് ഒരു ബുക്കിൽ നിന്നും വേറൊരു ബുക്കിലേക്ക് നമുക്കൊരു ഷീറ്റിനെ കോപ്പി ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ 2022 എന്ന് പറഞ്ഞ ഷീറ്റ് നമുക്ക് വേറൊരു ബ്ലാങ്ക് ആയിട്ടുള്ള വർക്ക് ബുക്കിലേക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ ഓപ്ഷനുണ്ട്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഫോൾഡറൊക്കെ കട്ട് ചെയ്തോ കോപ്പി ചെയ്തോ വേറൊരു ലൊക്കേഷനിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഷീറ്റിനെയും വേറൊരു ബുക്കിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഷീറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മൂവ് ഓർ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടു ബുക്ക് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. അതായത് നിങ്ങൾ ഏത് ബുക്കിലേക്കാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്. നിങ്ങൾക്ക് ഈ ബുക്കിൽ തന്നെ റീഅറേഞ്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഈ ഫിനാൻസ് ട്രാക്കർ എന്ന് പറഞ്ഞ ബുക്ക് തന്നെ സെലക്ട് ചെയ്യുക. പുതിയൊരു ബുക്കിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്തിട്ട് ന്യൂ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ന്യൂ ബുക്ക് എന്ന് പറയുന്ന ഒരു ബ്ലാങ്ക് വർക്ക് ബുക്കാണ്. അപ്പോൾ നമ്മൾ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2022 ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പുതിയൊരു വർക്ക് ബുക്കിലേക്ക് മൂവ് ആവും. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ ഈ ക്രിയേറ്റ് എ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് ജസ്റ്റ് കോപ്പി ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബുക്ക് 1 എന്ന് പറഞ്ഞൊരു പുതിയൊരു ബുക്ക് ഓപ്പൺ ആയിട്ട് അതിൽ 2022 എന്ന് പറഞ്ഞൊരു ഷീറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് മിനിമൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ പഴയ ഫിനാൻസ് ട്രാക്കർ എന്ന് പറഞ്ഞ വർക്ക് ഷീറ്റിൽ നമുക്ക് ഓൾറെഡി 2022 ഉണ്ട്. അപ്പോൾ നമ്മൾ 2022നെ കോപ്പി ചെയ്ത് പുതിയൊരു വർക്ക് ബുക്കിലേക്ക് ആക്കി. അപ്പോൾ നമുക്കിനി ഈ 2023നെയും കൂടെ പുതിയൊരു ബുക്കിലേക്ക് എങ്ങനെ കോപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ 2023 സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് മൂവ് ഓർ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ടു ബുക്ക് എന്നുള്ളിടത്ത് നമ്മൾ പുതിയ ബുക്കിൻ്റെ പേര് ബുക്ക് 1 എന്നാണ്, അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി 2022 എന്ന് പറഞ്ഞൊരു ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2023 എന്ന് പറഞ്ഞ ഷീറ്റ് ഇതിൻ്റെ എൻഡിൽ പേസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ 2022ന് മുമ്പ് പേസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഈ രണ്ട് ഓപ്ഷൻസ്. ഇനി മൂവ് ആണോ കോപ്പി ആണോ എന്നനുസരിച്ച് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്ക്ഷീറ്റ് എഡിറ്റിംഗ് ഓപ്ഷനാണ് ഓരോ ഷീറ്റിനെയും കളർ ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ബുക്കിലെ ഷീറ്റുകളെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ കളറിലാണ്. നമ്മളിപ്പോൾ 2023ലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2023നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2023 എന്ന് പറയുന്ന ഷീറ്റ് മാത്രം ഒന്ന് കളർ ചെയ്യാം. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷീറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കാണാം ടാബ് കളർന്ന്. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലിലെ ഫിൽ ഓപ്ഷൻ പോലെ അവിടെ ഒരു കളർ ഫില്ലാവും. അപ്പോൾ ഇത് കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണണമെങ്കിൽ നമ്മൾ വേറൊരു ഷീറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം 2023നെ നമ്മൾ സെലക്ട് ചെയ്ത കളറിൽ. അപ്പോൾ നമ്മുടെ ഈ കളറിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷീറ്റുകളെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും വർക്ക്ഷീറ്റ് എഡിറ്റിംഗ് ഓപ്ഷൻസാണ് എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സലിലെ കുറച്ച് ഫോർമുലാസും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിഗിനർ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോയിലൂടെ വീണ്ടും കാണാം.